നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏറെ കേട്ടു പരിചയമുള്ള ഇത്തിക്കണ്ണി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ കൂടുതലായിട്ട് പഠിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ലോറന്തേസി കുടുംബത്തിലെ ഒരു സസ്യമാണ് ഇത്തിക്കണ്ണി. പരാത സസ്യങ്ങൾ എന്ന വിഭാഗത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു പരാന്ന സസ്യമാണ്. കേരളത്തിൽ പ്ലാവ്, മാവ്, മരോട്ടി തുടങ്ങി 400ഓളം വിവിധ മരങ്ങളുടെ ശാഖകളിൽ കാണുന്ന ഇത്തിൾ അഥവാ ഇത്തിക്കണ്ണിയാണ് പരാന്ന സസ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഇനം. മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു തരം ഇത്തിളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഇത്തിക്കണ്ണി. പൊതുവെ ഇത് ഒരു ശല്യക്കാരനും കർഷക ശത്രുവും നാശവുമൊക്കെയായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും ഇതിന് ഒട്ടേറെ അറിയപ്പെടാത്ത ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഡെൻഡ്രോഫ്തോ ഫാൽക്കറ്റ എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ ഇത്തിക്കണ്ണി, ഇത്തിൾ, ഇത്തിക്കണ്ണി, പൊന്നുണ്ണി എന്നൊക്കെ പറയാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഹണിസക്കിൾ മിസ്റ്റിൽറ്റോ എന്നും നീം മിസ്റ്റിൽറ്റോ എന്നും ആണ് അറിയപ്പെടുന്നത്. സംസ്കൃതത്തിൽ ഔഷധത്തെ സ്തുതിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തിക്കണ്ണിയെ വന്ദ എന്നും, വൃക്ഷത്തിൽ വളരുന്നത് കൊണ്ട് വൃക്ഷരൂഹ എന്നും, വൃക്ഷത്തെ ഭക്ഷിക്കുന്നത് കൊണ്ട് വൃക്ഷാദിനി എന്നും, ജലത്തിൻ്റെയും മണ്ണിൻ്റെയും ആവശ്യമില്ലാത്തതിനാൽ ജീവന്തിക എന്നും സംസ്കൃതത്തിൽ ഇത്തിക്കണ്ണിയെ വിളിക്കാറുണ്ട്. ഹിന്ദിയിലെ ബന്ധ എന്നും ബന്ധാപാട എന്നുമാണ് വിളിക്കാറുള്ളത്. കന്നഡയിൽ ഇതിനെ മധുക, മദനികെ, വന്നനികെ, ബന്ധനികെ, ഭണ്ഡാരികെ, മരഭക്ഷ എന്നൊക്കെ വിളിക്കാറുണ്ട്. തെലുങ്ക് ഭാഷയിൽ ഇതിനെ ജിദ്ദു എന്നും എലിംഗ എന്നുമാണ് വിളിക്കുക. തമിഴിനെ പുല്ലൂരി എന്നും പുല്ലൂരുവി എന്നും ഉസി എന്നുമൊക്കെ വിളിക്കാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഏകദേശം 31 ഇനം ഇത്തിളുകളെ കാണുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും സാധാരണമായി കാണുന്ന ഇത്തിളാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇത്തിക്കണ്ണി. നമ്മുടെ നാട്ടിൽ 400-ലേറെ മരങ്ങളിൽ ഇത് പറ്റിപ്പിടിച്ച് വളരുന്നുണ്ട്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. പൊതുവേ ഇത്തിക്കണ്ണി വളരുന്ന സസ്യങ്ങളെ അവ നശിപ്പിക്കുന്നതിനാൽ ഇത് പരിസ്ഥിതിക്ക് വലിയ കോട്ടമുണ്ടാക്കുന്നവയാണ്. എങ്കിലും ഇവയ്ക്കും പരിസ്ഥിതിയിൽ ചില പ്രത്യേകതകളും സ്ഥാനങ്ങളും ഒക്കെ ഉണ്ട്. ചിലതരം ചിത്രശലഭങ്ങൾ മുട്ടയിടാൻ ഇത്തിൾക്കണ്ണിയെ അഥവാ ഇത്തിക്കണ്ണിയെ തിരഞ്ഞെടുക്കാറുണ്ട്. വിലാസിനി, കനിത്തോഴി, കനിവർണ്ണൻ, ശ്വേതാംബരി എന്നീ ശലഭങ്ങളാണ് ആ ശലഭങ്ങൾ. ഇവയുടെ ലാർവകൾ ഭക്ഷണമാക്കുന്നതും ഇത്തിക്കണ്ണിയെയാണ്. രൂപവിവരണം നോക്കാം. 1 മുതൽ 3 മീറ്റർ വരെ നീളത്തിൽ ഈ സസ്യം വളരാറുണ്ട്. വളരെയേറെ ശാഖകളുള്ള ഒരു കുറ്റിച്ചെടിയാണിത്. ശാഖകൾ അടിയിൽ വീർത്തതും അഗ്രഭാഗത്ത് നേർത്തതുമായിരിക്കും. ശാഖകളുടെ പുറന്തൊലി ഇരുണ്ട ചാരനിറമാണ്. വിപരീതമായി ക്രമീകരിച്ച ഇലകൾക്ക് 7 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും. ആകൃതിയിൽ പല ആകൃതിയിലുണ്ടാകും. ഇലത്തണ്ടുകൾക്ക് 1 സെൻറ്റിമീറ്റർ നീളം ഉണ്ടാകും. മധ്യഭാഗം ചുവപ്പായിരിക്കും. ഇലകളുടെ കക്ഷങ്ങളിൽ ദൃഢമായ തണ്ടുകളിൽ പൂക്കൾ ഉണ്ടാകുന്നു. പൂക്കളുടെ മുകുളങ്ങൾ നീളമുള്ള ട്യൂബുകൾ പോലെ കാണപ്പെടുന്നു. ഈ പൂക്കൾക്ക് 3 തുടങ്ങി 5 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളവയായിരിക്കും. പിങ്ക് മുതൽ വെള്ള വരെ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകാറുണ്ട്. പൂവിടുന്നത് പൊതുവെ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. വംശവർധന അതിൻ്റെ കായ്കൾ മൂലമാണ് നടത്തപ്പെടുക. മധുരമുള്ളതും പശിമയുള്ളതുമാണ് ഇതിൻ്റെ പഴങ്ങൾ. അത് കൊത്തി തിന്നുന്ന കിളികളുടെ കൊക്കുകളിൽ ഈ അതിൻ്റെ കായ പറ്റിപ്പിടിക്കും. അങ്ങനെ വിത്ത് മറ്റൊരിടത്ത് അത് ചുണ്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഉരുമ്മി മാറ്റുമ്പോൾ ആ ശിഖരത്തിൽ ഇത് പറ്റിപ്പിടിക്കുകയും അവിടെ കിളിർത്ത് വളരുകയും ചെയ്യും. ഇനങ്ങളെ നോക്കാം. ഏതാണ്ട് 13 ജനുസുകളിൽപ്പെട്ട 520 സ്പീഷീസുകളായി അനേകം തരത്തിലുള്ളതായ ഇത്തിക്കണ്ണികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. പലതരം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഇത്തിക്കണ്ണി. വ്യത്യസ്ത മരങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തിക്കണ്ണിക്ക് വ്യത്യസ്ത ഗുണങ്ങളാണെന്നാണ് സുശ്രുതൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏത് വൃക്ഷത്തിലാണോ ഇത്തിക്കണ്ണി വളരുന്നത് ആ വൃക്ഷത്തിൻ്റെ രസവീര്യാദികളും ഭിന്നങ്ങളായിരിക്കും. വിവിധ വൃക്ഷങ്ങളിലെ ഇത്തിക്കണ്ണിക്ക് ആ മരത്തിൻ്റെ സമാന ഗുണങ്ങളുണ്ടാകുമെന്ന് രാജനിഘണ്ടുക്കാരൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇന്ന വൃക്ഷത്തിലെ ഇത്തിക്കണ്ണി എന്ന് പൊതുവെ പറയാത്തിടത്ത് പ്ലാവിലെ ഇത്തിക്കണ്ണിയാണ് ഉപയോഗിക്കേണ്ടത്. ഇത്തിക്കണ്ണിയുടെ സമൂലം ഔഷധത്തിന് ഉപയോഗിക്കാമെങ്കിലും പൊതുവെ ഇലയാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്.
ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, തുളസിന്മേലുണ്ടാകുന്ന ഇത്തിക്കണ്ണി 10 ഗ്രാം കറുത്ത ആടിൻ്റെ പാലിൽ അരച്ച് കറന്ന ഉടനെയുള്ള പാലിൽ, അതിൻ്റെ ചൂടാറാതെ തന്നെ ഉള്ള പാലിൽ ചേർത്ത് അതിരാവിലെ കഴിച്ചാൽ വന്ധ്യകളായ സ്ത്രീകൾ ഗർഭം ധരിക്കും എന്നാണ് പറയുന്നത്. 2, അത്തിമരത്തിൽ പടർന്നു പിടിച്ച ഇത്തിക്കണ്ണി 10 ഗ്രാം അരച്ച് പാലിൽ ചേർത്ത് കഴിച്ചാൽ, അതായത് പശുവിൻ പാലിൽ ചേർത്ത് കഴിച്ചാൽ രക്തസ്രാവം ശമിക്കുന്നതാണ്. 3, പിച്ചകത്തിൽ വളരുന്ന ഇത്തിക്കണ്ണി 10 ഗ്രാം അരച്ച് നാടൻ പശുവിൻ്റെ പാലിൽ കലക്കി കുടിച്ചാൽ പിത്തരോഗങ്ങൾ ശമിക്കും. മഞ്ഞപ്പിത്തം, മഹോദരം, രക്തക്കുറവ് എന്നിവയൊക്കെ അതിൽപ്പെടുന്നതാണ്. 4, നീർമരുതിൽ വളരുന്ന ഇത്തിക്കണ്ണി 10 ഗ്രാം അരച്ച് നാടൻ പശുവിൻ്റെ വെണ്ണ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന രക്തസ്രാവം ശമിക്കുന്നതാണ്. 5, കശുമാവിലെ ഇത്തിക്കണ്ണി അല്ലെങ്കിൽ പറങ്കി മാവിലെ ഇത്തിക്കണ്ണി കത്തിച്ച് എടുത്ത ഭസ്മം 15 ഗ്രാം 3 ഔൺസ് വെള്ളത്തിൽ കലക്കി അത് ഊറി വരുമ്പോൾ അതിൻ്റെ തെളിനീർ ഊറ്റിയെടുത്ത് അത് ഭക്ഷണത്തിന് മുമ്പ് ദിവസത്തിൽ 1 നേരം വീതം കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹം കുറയുന്നതാണ്. 6, പാറകമരം അല്ലെങ്കിൽ തേരകമരം അതിൽ വളരുന്ന ഇത്തിക്കണ്ണി എടുത്ത് ചെന്തെങ്ങിൻ്റെ കരിക്കിലിട്ട് അത് അടച്ചു വെച്ച ശേഷം ആ കരിക്ക് അങ്ങനെ തന്നെ 5 ഇടങ്ങഴി വെള്ളത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക. ആ വെള്ളം 3 ഇടങ്ങഴി ആകുമ്പോൾ പുഴുങ്ങൽ നിർത്താം. കറുത്ത നിറമുള്ള ഒരു പശ പോലെ ആ കരിക്കിൻ്റെ ഉള്ളിലൊരു കഷായം രൂപപ്പെടും. ആ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലുണ്ടാകുന്ന കാഴ്ചക്കുറവ് മാറുന്നതാണ്. 7, ചെമ്പരത്തിയിലുണ്ടാകുന്ന ഇത്തിക്കണ്ണി 10 ഗ്രാം അരച്ച് പച്ചവെള്ളത്തിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ രക്തസ്രാവം നിലയ്ക്കും, ഹൈപ്പർ ടെൻഷൻ കുറയുകയും ചെയ്യും. അത് പാലിൽ അരച്ചാലാണ് ഹൈപ്പർ ടെൻഷൻ കുറയുന്നത്. 8, കൂവളത്തിൽ വളരുന്ന ഇത്തിക്കണ്ണി 10 ഗ്രാം അരച്ച് നെയ്യിലോ മോരിലോ ചേർത്ത് കഴിച്ചാൽ എല്ലാത്തരം പനികളും സന്നിപാത ജ്വരം പോലും മാറുന്നതാണ്. 9, പ്ലാവിലെ ഇത്തിക്കണ്ണിയുടെ ഇല 10 ഗ്രാം അരച്ച് നാടൻ പശുവിൻ്റെ പാലിൽ സേവിച്ചാൽ ശുക്ലവും ബലവും ആരോഗ്യവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. 10, അത്തിമരത്തിലെ ഇത്തിക്കണ്ണി കറുത്ത ആടിൻ്റെ പാലിൽ അരച്ച് സേവിച്ചു കഴിഞ്ഞാൽ വന്ധ്യകൾ ഗർഭം ധരിക്കുമെന്ന് പറയപ്പെടുന്നു. 11, കശുമാവിലെ ഇത്തിക്കണ്ണി 10 ഗ്രാം എടുത്ത് അരച്ച് ശുദ്ധമായ നാടൻ പശുവിൻ്റെ പാലിൽ അരച്ച് 90 ദിവസം കഴിക്കുകയും ആ കാലങ്ങളിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കി ജൈവമായ സസ്യഭക്ഷണം പരമാവധി വേവിക്കാതെ കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആരംഭത്തിലുള്ള ക്യാൻസർ സുഖപ്പെടും. 12, കാഞ്ഞിരത്തിലെ ഇത്തിക്കണ്ണി 10 ഗ്രാം എടുത്ത് അതരച്ച് കരിക്കിൻ വെള്ളത്തിൽ കഴിച്ചാൽ ബുദ്ധിവികാസമുണ്ടാകും. 13, ചന്ദനമരത്തിലെ ഇത്തിക്കണ്ണി 10 ഗ്രാം അരച്ച് നാടൻ പശുവിൻ്റെ പാലിൽ കഴിച്ചു കഴിഞ്ഞാൽ സ്വപ്നസ്ഖലനത്തിനും വെള്ളപ്പോക്കിനും ശമനമുണ്ടാകും. 14, ചുവന്ന ഇലയുള്ള ഇത്തിക്കണ്ണി നിഴലിൽ ഉണക്കി പൊടിച്ചെടുത്ത് അതിൻ്റെ 4/1 വിഴാലരി ചൂർണം ചേർത്ത് നെല്ലിക്കാ നീരിൽ ഭാവന ചെയ്ത് എടുത്ത് അതിൽ ശുദ്ധമായ തേനും നെയ്യും സോമലതയുടെ നീരും ചേർത്ത് പതിവായി സേവിച്ചു കഴിഞ്ഞാൽ യൗവനം വീണ്ടെടുക്കാൻ പറ്റും. തേനും നെയ്യും തുല്യ അളവിൽ എടുക്കരുത്, അല്പം വേരിയേഷൻ ഉണ്ടാവും. 15, പുന്നമരത്തിലുണ്ടാകുന്ന ഇത്തിക്കണ്ണി 10 ഗ്രാം അരച്ച് നാടൻ പശുവിൻ്റെ പാലിൽ അരച്ച് പാലിൽ കഴിച്ചാൽ, പാലിൽ വേണം അരയ്ക്കാൻ, അത് പാലിൽ ചേർത്ത് കഴിക്കണം. അങ്ങനെ കഴിച്ചാൽ സിംഹത്തെ പോലെ അതിശക്തനും ധൈര്യവാനുമായി തീരും, ഉദ്ധാരണ ശക്തി വർദ്ധിക്കുകയും ചെയ്യും. 16, അത്തിമരത്തിലെ ഇത്തിക്കണ്ണി 10 ഗ്രാം അരച്ച് നാടൻ പശുവിൻ്റെ പാലിൽ ചേർത്ത് കഴിച്ചാൽ രക്തസ്രാവം ശമിപ്പിക്കും. 17, നീർമരുതിലെ ഇത്തിക്കണ്ണി 10 ഗ്രാം അരച്ച് നാടൻ പശുവിൻ്റെ പാലിൽ ചേർത്ത് കഴിച്ചാൽ ഹൃദ്രോഗവും രക്തസ്രാവവും ശമിക്കും. 18, കാഞ്ഞിരത്തിലെ ഇത്തിക്കണ്ണി 10 ഗ്രാം അരച്ച് നാടൻ പശുവിൻ്റെ പാലിൽ ചേർത്ത് മധുരം ചേർത്ത് കഴിച്ചാൽ ബുദ്ധിപ്രസാദമുണ്ടാകും, ഓർമ്മക്കുറവ് ശമിക്കും. 19, വാളംപുളി അഥവാ കോൽപ്പുളിയിലുണ്ടാകുന്ന ഇത്തിക്കണ്ണി ദേവതാളി അഥവാ കാട്ടുപിച്ചി ചേർത്ത് അരച്ച് നാടൻ പശുവിൻ്റെ പാലിൽ ചേർത്ത് കഴിച്ചാൽ കൈവിഷം ശമിക്കുന്നതാണ്. 20, മുളയിലെ, അതായത് മുള, ഇല്ലി എന്ന് പറയുന്ന സാധനം, അതിലെ ഇത്തിക്കണ്ണി 10 ഗ്രാം
അരച്ച് നാടൻ പശുവിൻ്റെ പാലിൽ ചേർത്ത് കഴിച്ചാൽ ശരീരത്തിന് കാന്തിയും ബലവുമൊക്കെ ഉണ്ടാകുന്നതാണ്. 21 മാവിലെ ഇത്തിക്കണ്ണി 10 ഗ്രാം അരച്ച് നാടൻ പശുവിൻ്റെ പാലിൽ ചേർത്ത് കഴിച്ചാൽ പല്ലിനും എല്ലിനും ബലം തരുന്നതായിരിക്കും. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഇത്തിക്കണ്ണിയുടെ കാര്യങ്ങളെ നോക്കാം. പൊതുവെ കൃഷിക്ക് എതിരാളിയാണ് ഇത്തിക്കണ്ണി. ചെടിയുടെ തൊലിയിൽ ആഴ്ന്നിറങ്ങി സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സസ്യമൂലകങ്ങളെ സ്വീകരിച്ച് വളരുന്നതിനാൽ ഇത്തിക്കണ്ണി പിടിച്ചിരിക്കുന്ന മരം കാലക്രമേണ ഉണങ്ങി നശിച്ചു പോകും. ഇത്തിൽ ബാധ ആദ്യമേ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവയുടെ വേരിറങ്ങിയ ഭാഗം ആഴത്തിൽ കുഴിച്ച് ഇത്തിക്കണ്ണിയെ ഇളക്കിക്കളയാൻ പറ്റും. അവയുടെ വളർച്ച കൂടിക്കഴിഞ്ഞാൽ ഇത്തിൽ ബാധിച്ച ശിഖരം തന്നെ മുറിച്ചു മാറ്റുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മാതൃവൃക്ഷത്തിൽ പൂക്കളുണ്ടാകുന്നതും കായ്കളുണ്ടാകുന്നതും കുറയും. ഇത് മറ്റു സ്ഥലത്തേക്ക് വ്യാപിക്കുകയൊക്കെ ചെയ്യും. മരത്തോട് ചേർന്ന് ഇത്തിൽ ചെത്തി മാറ്റുന്നതും അത്ര നല്ലതല്ല. അത് പൂവിടുന്നതിനെയും കായ്ക്കുന്നതിനെയൊക്കെ സാരമായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. മാത്രമല്ല അത് വീണ്ടും വന്നുവെന്നും വരാം. 2% വീര്യമുള്ള 2,4-D എന്ന കുമിൾനാശിനിയാണ് ഇത്തിളിനെ നശിപ്പിക്കാൻ നല്ലത്. ഏകദേശം 1 സെൻറ്റിമീറ്റർ വീതിയിൽ 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കോട്ടൺ തുണി ഈ കുമിൾനാശിനിയിൽ കുതിർത്ത് ഇത്തിൽ ചെടിയുടെ വേരിനോട് ചേർത്തുള്ള ഭാഗത്ത് ഒരു മുറിവുണ്ടാക്കി അതിന് ചുറ്റും കെട്ടിയാൽ ക്രമേണ ഇത്തിൽ കണ്ണി ഉണങ്ങി നശിച്ചു പോക്കുള്ളൂ. കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. മലയാളത്തിൽ ഇത്തിക്കണ്ണി എന്ന ഒരു പ്രയോഗം പോലുമുണ്ട്. അപരൻ്റെ സമ്പത്ത് മൂലം സ്വയം നന്നാവുകയും അപരനെ നശിപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരെയാണ് പൊതുവെ മലയാള സാഹിത്യത്തിൽ ഇത്തിക്കണ്ണി എന്ന് വിളിക്കാറ്. ഇത്തിക്കണ്ണി കുത്തിക്കുടിക്കും എന്നൊരു പഴമൊഴി പ്രസിദ്ധമാണ്. അത് ഇത്തിക്കണ്ണിയുടെ സ്വഭാവം വ്യക്തമാക്കുന്നതാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.